ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാൻ എൻ്റെ ടൈമിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഞാൻ എത്ര സമയം കൊണ്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാനൊരു 10:53 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവാളൊക്കെ ഇതിൽ സ്ലൈസിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നൈസായിട്ട് അരിഞ്ഞ് കിട്ടും. കൈ മുറിയാണ്ട് നോക്കണം എന്ന് മാത്രം. അങ്ങനെ സവാളൊക്കെ വേഗം തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം. ബിരിയാണിക്ക് നന്നായി ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ പേസ്റ്റ് ഇടുന്നതിനേക്കാളും. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കണം. ബിരിയാണി ഇതിൽ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കട്ട പിടിച്ച കോക്കനട്ട് ഓയിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് തുടങ്ങുന്നത് തന്നെ 11:26 ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കട്ടിങ്ങിന് തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ വേണമെന്നർത്ഥം. അങ്ങനെ സവാളൊക്കെ വാറ്റി നമ്മളിതിന് സവാള വാറ്റി ഇവിടെ റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് അവിടെ റൈസ് ഉണ്ടാക്കണം. ഉപ്പൊക്കെ ഇട്ട് അവിടെ സവാള വാടുന്നതിന് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബിരിയാണി വെക്കാനുള്ള റൈസ് വെള്ളത്തിലൊന്ന് കുതിർത്തിടാൻ വെക്കണം. അപ്പോൾ അതൊന്ന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 3 പേർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത്ര ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ഇതൊക്കെ നമ്മൾ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചിലർ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഇന്നത് ഉണ്ടാക്കി എന്നൊക്കെ പറയണത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമായിരിക്കും അവർ കുക്കിംഗ് തുടങ്ങുന്നുണ്ടാവാം. അതായിരിക്കാം ഇത്ര സമയം കൊണ്ട് അവർ റെഡിയാക്കി എടുക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത് നോക്കുന്നത്. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുക്കാവാനുള്ള ഒരു ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു ഏകദേശം എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാമല്ലോ. ഇനി ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് ആവശ്യത്തിനുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാലയൊക്കെ നന്നായി വഴറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. എൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ ഈ ഒരു ഓർഡർ ഇങ്ങനെയാണ്. തക്കാളി ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ബാക്കിയുള്ളതാവാനും വല്ലതും ഉടയാനുണ്ടെങ്കിൽ അത് വിസിലടിക്കുമ്പോൾ സെറ്റായിക്കോളും. ഇനി അതിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത കാരണം നമ്മൾ കുറച്ച് വെള്ളം അതിലൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചേക്കാം. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ചതച്ചതിന് ഒന്ന് കഴുകിയെടുത്ത ആ ഒരു പാത്രത്തിൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇതൊന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 11:39 ആ ഒരു ടൈമോട് നമുക്കിവിടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് റൈസ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി എന്നില്ല, പെട്ടെന്ന് തന്നെ ആയി. ജീരകശാലയാണ് അരി, അപ്പോൾ അതുകൊണ്ട് ചെറിയ അരിമണിയാകുമ്പോൾ തന്നെ നല്ല രസമാണ് ബിരിയാണിക്കും. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും കുക്കാക്കിയിട്ടില്ല, കാരണം അത് കുക്കറിലിട്ടൊന്ന് ദമ്മിട്ട് വെക്കണതാണല്ലോ. അങ്ങനെ കുക്കറൊക്കെ ഒരുപാട് വിസിലടിച്ചിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മളുടെ ബിരിയാണിയുടെ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം നല്ല വേവുള്ള ഇറച്ചിയായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 സെറ്റ് അടിച്ചിട്ടാണ് കേട്ടോ ആ ഒരു വിധം കുക്കായി കിട്ടിയത്. ഇപ്പോഴും കാണുമ്പോൾ നല്ല ഇറച്ചി കറിയാണ്, പക്ഷേ ഇറച്ചിയൊന്നും വെന്തിട്ടില്ല. എന്നിട്ട് വീണ്ടും വെച്ചു. അപ്പോൾ ഇപ്പം തന്നെ 12:30 എന്നിട്ട് വീണ്ടും 3-ാമത്തെ സെറ്റ് വെച്ച് ഒരു 4-5 വിസിലടിച്ചിട്ടാണ് വീണ്ടും ഒന്ന് സെറ്റാക്കി എടുത്തത്. ബീഫിൻ്റെ വേവ് നോക്കി ടൈമും ഒക്കെ നോക്കാനൊക്കെ വിട്ടുപോയി. അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം വേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ ഇതൊരു വിധം ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലിട്ടിട്ട് ആ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ദമ്മിടണം. ദമ്മിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വിസിൽ മാറ്റി വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ ബീഫ് ബിരിയാണിയുടെ സമയം നിശ്ചയിക്കുന്നത് ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. അപ്പോൾ നന്നായി പെട്ടെന്ന് വേവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാമല്ലോ. അപ്പോൾ വേവ് അനുസരിച്ചിരിക്കും ഓരോരോ ബിരിയാണിയുടെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇതാണ് എൻ്റെ കുക്കർ ബിരിയാണി. അങ്ങനെ 1 മണിക്ക് ശേഷം 1:15 ആയപ്പോൾ ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചിട്ട് ബിരിയാണി കഴിച്ചു. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ സലാഡ് കൂടി അടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.